അപവാദം ഭയന്ന് ഗർഭിണിയായി ചേച്ചിയും ഞാനും അന്ന് നാട് വിട്ടു. ബിന്ദുവിനെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി മരിച്ചുപോയി. അവളെ വളർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിലെത്തി. ഇതാണ് സംഭവിച്ചത്. എന്റെ തെറ്റ് എനിക്ക് തിരുത്തണം. ബിന്ദു എന്റെ മോളാണ്. അവളെനിക്ക് വേണം. ബിന്ദുവിന് വേണ്ടി ഞാൻ സുമതി വിവാഹം കഴിക്കും. സുമതി, ഞാൻ മുതലാളിയെ കാണാൻ പോവാണ്. എന്തിന്? നമ്മുടെ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. അത് പറയാറായോ വാസേട്ടാ? മുതലാളി, എന്താ വാസു? ഞാൻ എന്റെ സമ്മതം കഴിക്കാൻ വന്നതാണ്. എന്തിന്? സുമതിയെ കല്യാണം കഴിക്കാൻ. മുതലാളി ഒന്നും പറഞ്ഞില്ല. വാസു ആരാണെന്ന് പോലും അറിയാതെ ഒരിക്കൽ നിന്നെ ഞാൻ സഹായിച്ചു. മുതലാളി, ആ നന്ദി എനിക്കെന്നുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുതലാളി. അതെ വാസു, പറയൂ, നീ എന്നെ സഹായിക്കുമോ? തീർച്ചയായും. എന്റെ ജീവൻ കളഞ്ഞു. എങ്കിൽ വാസു സുമതിയെ മറക്കണം. മുതലാളി, ബിന്ദു രമേശിന്റെ കുഞ്ഞാണ്. അതെനിക്കറിയാം. ബിന്ദു ഈ വീട്ടിലുണ്ടാകണമെങ്കിൽ സുമതി ഈ വീട്ടിൽ വന്നേ പറ്റൂ. മുതലാളി, അവർക്ക് നന്മ വരുന്നതിൽ വാസു സന്തോഷിക്കില്ലേ? അവളും കുഞ്ഞും സുഖമായിരിക്കല്ലേ വേണ്ടത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്. മരണവുമായി മത്സരിച്ചോടുന്ന ഒരപസ്മാരോഗിയേക്കാൾ എന്റെ സുമതിക്ക് യോജിക്കുക രമേശായിരിക്കും. ഞാൻ വഴിമാറിക്കൊടുത്തേ പറ്റൂ. മുതലാളി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തിന്? സുമതിയെ മറക്കാൻ. അമ്മേ, മോളെന്താ ഇത്രയും താമസിച്ചത്? നമ്മുടെ മുതലാളി എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയമ്മേ. എന്നിട്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ തന്നമ്മേ. ഓഹോ, മാമൻ എന്തേ അമ്മേ? ഇപ്പൊ വരുമോളെ. മാമൻ എന്താമ്മേ വരാത്തത്? ആ, മോളിവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വാസേട്ടാ, വാസേട്ടാ. വാസുവേട്ടൻ. വാസു പോയി. ഞാൻ വാസുവേട്ടനെ തിരക്കി വന്നതാ. ഞാൻ പോകുന്നു മുതലാളി. സുമതി, ഇനി നീ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. രമേശൻ എല്ലാം എന്നോട് പറഞ്ഞു. അതേ മോളെ, ഇനി ഞാൻ നിനക്ക് മുതലാളിയല്ല. മനസ്സിലായില്ല. ബിന്ദു വളരേണ്ടത് ഈ വീട്ടിലല്ല. അല്ല. എന്തിനാ മോളെ ബിന്ദുവിന് അവളുടെ അച്ഛന്റെ സ്നേഹം നിഷേധിക്കുന്നത്? അവരുടെ അച്ഛൻ മരിച്ചുപോയി. സുമതി, മുതലാളിക്കറിയാമോ, അനാഥ ശവങ്ങൾ കുഴിച്ചിടുന്നിടത്താണ് എന്റെ ചേച്ചിയെ കുഴിച്ചിട്ടത്. നിന്റെ ദുഃഖം എനിക്കറിയാം. എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടെ?
ബിന്ദുവിന്റെ അമ്മയായി രമേശ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമല്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മ എന്നിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ആ മനുഷ്യനെ വെറുക്കുന്നു. മോനെ, ഞാനെല്ലാം കേട്ടു വെച്ച സുമതി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല. രമേശ്, ഞാൻ ഇന്ന് തന്നെ മടങ്ങുകയാണ്. മോനെ, എന്നോട് ക്ഷമിക്കു വെച്ച. മാമ വന്നില്ലേ മോളെ? വന്നിട്ട് പോയി. എന്നെ ഒരുപാട് ഉമ്മ വെച്ചു. ഇത് അമ്മയുടെ തരാൻ പറഞ്ഞു. ഞാൻ പോകുന്നു സുമതി. നിനക്ക് നന്മകൾ നേർന്നുകൊണ്ട്.